ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 10. വസ്തുവിൻ്റെ അന്വേഷണവും കണ്ടെത്തലും. ഏതു വസ്തുവിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തലിലും പല ഘട്ടങ്ങൾ കടന്നു പോകാനുണ്ടാവും. പലരും വസ്തുവിനെ പൂർണ്ണമായി കണ്ടെത്തുന്നതിന് മുൻപ് ചില ഘട്ടങ്ങളിൽ വെച്ച് പിന്തിരിഞ്ഞു എന്ന് വരാം. ചിലർ വസ്തുദർശനം പൂർണ്ണമാകുന്നത് വരെ മുന്നോട്ട് പോകും. പൂർണ്ണമായി കണ്ടെത്തുന്നവരും ഭിന്ന ഘടകങ്ങളിൽ വെച്ച് പിന്തിരിഞ്ഞു പോകുന്നവരും തമ്മിലുള്ള ദർശന ഭേദങ്ങളാണ് വസ്തുവിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭേദങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. ഈ അഭിപ്രായ ഭേദങ്ങളുടെ മധ്യത്തിൽ പൂർണ്ണമായ വസ്തുദർശനം ഏതെന്ന് കണ്ടുപിടിക്കുന്നവന് മാത്രമേ സത്യം തെളിയൂ. സത്യം അന്വേഷിച്ചവരിൽ ഇങ്ങനെയാണ് മതഭേദങ്ങൾ ആവിർഭവിച്ചത്. സമുദ്രത്തെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ ഉപരിതലത്തിൽ കുറേ ദൂരം നീന്തി തുടിച്ചിട്ട് സമുദ്രത്തെ കണ്ടു എന്ന് പ്രഖ്യാപിക്കാം. അവർ കണ്ടിടത്തോളം സമുദ്രത്തിനൊരു വിവരണവും നൽകാം. മത്സ്യം മുതലായ ചില സാധനങ്ങൾ ഈ സമുദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്ന് ചില പ്രയോജനങ്ങളും വിവരിക്കാം. എന്നാൽ സമുദ്രത്തിൻ്റെ ആഴമേറിയ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർക്ക് ആദ്യത്തെ കൂട്ടർ വിവരിച്ച സമുദ്രത്തെക്കുറിച്ച് തന്നെ അവരുടെ വിവരണത്തെ തുടർന്ന് കൂടുതൽ വിവരിക്കാനും ഉണ്ടാകും. അവർ കാട്ടിക്കൊടുത്ത പ്രയോജനങ്ങളെ നിഷേധിക്കാതെ കൂടുതൽ പ്രയോജനങ്ങൾ കാട്ടിക്കൊടുക്കുവാനും ഉണ്ടാവും. അടിത്തട്ട് വരെ മുങ്ങിത്തപ്പി സമുദ്രത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടെത്തിയവർക്ക് മുൻപുള്ളവർ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ പൂർണ്ണ ചിത്രവും അതുകൊണ്ടുണ്ടാകാവുന്ന പൂർണ്ണ പ്രയോജനവും വിവരിക്കാൻ കഴിയും. എല്ലാവരും തിരഞ്ഞത് സമുദ്രത്തെയാണ്, കണ്ടതും സമുദ്രത്തെ തന്നെ. എന്നാൽ അടിത്തട്ട് വരെ ചെന്ന് കണ്ടവരുടെ സംതൃപ്തിയും ഉറപ്പും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതല്ല. ജീവിത സത്യം തിരയുന്നവരുടെയും കഥ ഇതുതന്നെ. ഭൗതികവാദികൾ മുതൽ അഖണ്ഡബോധം സാക്ഷാത്കരിക്കുന്ന അദ്വൈതികൾ വരെ തിരയുന്നതും കണ്ടെത്തുന്നതും ഒരേ വസ്തുവിനെ തന്നെയാണ്. കുറേ പേർ അപൂർണ ദർശനങ്ങൾ സത്യമായി കരുതുമ്പോൾ ഒരു കൂട്ടർ വസ്തുവിൻ്റെ പൂർണ്ണ ദർശനത്തിൽ എത്തി നിൽക്കുന്നു എന്നേ ഭേദമുള്ളൂ. അഖണ്ഡാനന്ദ സ്വരൂപമായ അദ്വൈത സത്യം വസ്തുവിൻ്റെ പൂർണ്ണ ദർശനമാണെന്ന് ശ്രുതിയുക്തി അനുഭവങ്ങൾക്ക് ഇന്ന് സംശയമെന്നെ തെളിഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളും തിരയുന്നത് ഏകമായ ഈ പൂർണ്ണ വസ്തുവിനെ തന്നെയാണ്. ആനയെ കണ്ട കുരുടന്മാരെ പോലെ അല്പദർശനങ്ങളിൽപ്പെട്ടുഴലാതെ സർവമത സാരമായ അദ്വൈത സത്യം സാക്ഷാത്കരിച്ച് പരമശാന്തി അടയുവാൻ ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ സത്യാന്വേഷികളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദൈവസ്വരൂപം പൂർണ്ണമായി ഏതറ്റം വരെ ചെന്ന് അനുഭവിച്ചറിയണമെന്നാണ് ദൈവദശകത്തിലെ ഒടുവിലത്തെ പദ്യം കൊണ്ട് വിവരിക്കുന്നത്. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഈ പദ്യത്തിലെ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം. മഹസ് പ്രഭാപൂരം. മഹിമയും മഹസ്സും രണ്ടാണ്. മഹിമ മഹത്വം. ആഴി കടൽ. ആകവേ പൂർണ്ണമായി. ആഴണം മുങ്ങണം. നിത്യം എന്നും. സുഖം ആനന്ദം. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം: വളരെ ആഴമുള്ള അങ്ങയുടെ ജ്യോതിസാകുന്ന കടലിൽ ഞങ്ങൾ സമ്പൂർണമായി മുങ്ങണം. മുങ്ങിയാൽ മാത്രം പോരാ, എന്നും
അവിടെ തന്നെ വാഴണം. ആനന്ദം മാത്രം ശാശ്വതമായി അവശേഷിക്കണം. ആത്മജ്യോതിസിൽ മുങ്ങണം. സത്യാനുഭവങ്ങളുടെ ക്രമം 2-ാം പദ്യത്തിൻ്റെ പ്രഖ്യാപനത്തിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങളുടെ പ്രത്യേകത നമുക്ക് ഇവിടെ അല്പമൊന്ന് ചിന്തിക്കാം. പുറമേ ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്നവയൊക്കെ അനിത്യമാണെന്നും ഇവയ്ക്ക് ആശ്രയമായ ഒരു നിത്യവസ്തു ഉണ്ടെന്നും ശ്രവണ മനനങ്ങൾ കൊണ്ട് ഉറപ്പിക്കുകയാണ് സത്യാന്വേഷണ മാർഗത്തിലെ ആദ്യത്തെ പടി. സത്യദർശികളുടെ വാക്കുകളിൽ നിന്നും വസ്തുസ്വരൂപം എന്തെന്ന് ഗ്രഹിച്ചാൽ പിന്നെ അന്വേഷണം ആരംഭിക്കാം. സത്യസ്വരൂപത്തെ മറച്ചുകൊണ്ട് ഇടയ്ക്ക് കയറി നിന്ന് അതിൽ വിവിധ ദൃശ്യങ്ങളെ കാട്ടിത്തന്ന് മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സാണെന്നറിയാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. ബാഹ്യ ദൃശ്യങ്ങളിൽ സുഖമുണ്ടെന്ന് ഭ്രമിച്ച് അവയിൽ പറ്റി നിൽക്കുന്നിടത്തോളം മനസ്സിന് സത്യത്തെ സമീപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് രണ്ടാമതായി വേണ്ടത് ബാഹ്യദൃശ്യങ്ങൾ നശ്വരങ്ങളാണെന്ന് കണ്ട് മനസ്സിനെ ക്രമേണ വിരക്തി അഭ്യസിപ്പിക്കുകയാണ്. ലോക വ്യവഹാരങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കവേ തന്നെ അതു ശീലിക്കാവുന്നതാണ്. തൻ്റെ ശരീരം ഉൾപ്പെടെ എല്ലാം ഈശ്വര സമ്പത്താണെന്നും താൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്നും ഉറച്ച് മനസ്സിനെ നിസ്സംഗമാക്കണം. നിസ്സംഗമായ മനസ്സിന് നിമിഷം പ്രതി വിരക്തി വർദ്ധിച്ചു വരും. കണ്ടതും കേട്ടതുമായ ഭൗതിക സുഖങ്ങളിൽ ആശയില്ലാതാവുന്നതാണ് വിരക്തി അഥവാ വൈരാഗ്യം. തുടർന്ന് കാമക്രോധാദി ലോഭാദി ആസുര വികാരങ്ങളെ ഉപേക്ഷിക്കുകയും കാരുണ്യം, സമഭാവന, സന്തോഷം തുടങ്ങിയ ദൈവസമ്പത്തുകളെ ഉൾക്കൊള്ളുകയും വേണം. ഇത്രയുമായാൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന ബാഹ്യ വിഷയങ്ങളുടെ പിന്നാലെ സദാ തെണ്ടിത്തിരിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ ആ ഭ്രമമുപേക്ഷിച്ച് അകത്തൊതുങ്ങി അന്തർമുഖങ്ങളായി മനസ്സുമായി ഒരുമിച്ച് സത്യദർശന സമർത്ഥങ്ങളായി തീരും. സത്യം ആദ്യമായി കണ്ടെത്തേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. നിത്യാനിത്യ വസ്തു വിവേകം കൊണ്ട് വൈരാഗ്യ സമ്പന്നമായി മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നടക്കി കിട്ടിയാൽ അതോടെ സത്യസ്വരൂപമായി വിളങ്ങുന്ന ആത്മാവിൻ്റെ പ്രഭാപൂരം ഉള്ളിൽ പരക്കാൻ തുടങ്ങും. അപ്പോൾ മുതൽ അതിരറ്റ പ്രസന്നതയും ചിത്തത്തിന് അനുഭവപ്പെടും. ഈ അനുഭവഘട്ടമാണ് ദൈവമഹസ്സിൻ്റെ ആവിർഭാവഘട്ടം. ഇനിയും ദൈവമഹസ്സാകുന്ന ആഴിയിൽ ക്രമേണ ആഴ്ന്നിറങ്ങിയാൽ മതി. മഹസ്സിൻ്റെ ആവിർഭാവഘട്ടത്തെ എത്ര മധുരമായി ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നുവെന്ന് നോക്കുക. ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയനമാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളെ 5 കിളികളായിട്ടാണ് ഗുരുദേവൻ വർണ്ണിച്ചിരിക്കുന്നത്. ഈ കിളികൾ ഭക്ഷിക്കുന്ന പഴങ്ങളാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. നാറുന്ന ദേഹത്തിലിരുന്നു കൊണ്ട് ഈ കിളികൾ നയോപായങ്ങളിലൂടെ പഴങ്ങൾ മാറി മാറി ഭക്ഷിച്ച് ഉല്ലസിക്കുകയാണ്. ഈ കിളികളെ പാടെ നശിപ്പിക്കുന്ന പ്രഭാപൂരമേന്തി ചിത്തം തെളിയണം. ഈ പ്രഭാസമുദ്രമാണ് ഗുരുദേവൻ ശ്ലോകത്തിൽ വെളിവാക്കിയിരിക്കുന്ന നിൻ മഹസാം ആഴി. ഒരു സാധകൻ തൻ്റെ അനുഷ്ഠാനങ്ങൾ ശക്തിപ്പെടുത്തിയാൽ ആദ്യം ഉള്ളിൽ പ്രകാശം പരക്കുമെന്നും ആ പ്രകാശത്തെ പിന്തുടർന്ന് വേണം ആഴമേറിയ സത്യാനുഭവങ്ങളിലേക്ക് ചെല്ലാനെന്നും ഗുരുദേവൻ തൻ്റെ കൃതികളിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്വൈത ദീപികയിൽ പറയുന്നത് നോക്കുക. മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടു ആവരണമാം തിര നീക്കിടുന്നു
പിന്നീടു കാണുമറിവും പ്രഭ തൻ്റെ പിൻപോയി കണ്ണെന്ന പോലറിവും കാണുകയില്ല താനേ. ആദ്യം ബാഹ്യവിഷയങ്ങളിൽ മാറി മാറി ചലിക്കുന്ന മനസ്സിനെ അന്തർമുഖമാക്കി നിയമനം ചെയ്യണം. അതോടെ വാസനാരൂപത്തിൽ ആത്മാവിനെ മറച്ചിരിക്കുന്ന മറ പൊളിയാൻ തുടങ്ങും. തുടർന്ന് പ്രഭാപൂരം പരക്കും. അതിൻ്റെ പിന്നാലെ ആഴ്ന്നിറങ്ങിയാൽ അറിവിൻ്റെ അഥവാ സത്യത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടുകിട്ടും. ഈ അനുഭവക്രമം ഉപനിഷത്തുകൾക്കും ഗീതയ്ക്കുമൊക്കെ സമ്മതമാണ്. വസ്തുസ്വരൂപം തിരഞ്ഞു ചെന്ന ഇന്ദ്രന്റെ മുന്നിൽ ആദ്യമായി പ്രഭാപൂരം പരത്തിക്കൊണ്ട് വിദ്യ ആവിർഭവിച്ചതായിട്ടാണ് കേനോപനിഷത്ത് വെളിപ്പെടുത്തുന്നത്. ബഹുശോഭമാന എന്നാണ് ഉപനിഷത്ത് വിദ്യയെ വിശേഷിപ്പിക്കുന്നത്. ഹൃദയത്തിൽ ആത്മപ്രകാശം പരക്കാൻ തുടങ്ങുന്നതോടെ ആത്മശക്തിയായ വിദ്യയുടെ മാർഗം തെളിഞ്ഞു കിട്ടുമെന്ന് അർത്ഥം. രാഗദ്വേഷങ്ങൾ വെടിഞ്ഞ് ഇന്ദ്രിയങ്ങളെ അടക്കി സ്വധർമ്മ അനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്നവർക്ക് ചിത്തപ്രസാദം കൈവരുമെന്ന് ഗീതയിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഭഗവാനും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസാദേ സർവ ദുഃഖാനാം ഹനി. ചിത്തപ്രസാദം നേടിയവർക്ക് എല്ലാ ദുഃഖങ്ങളും അകന്നു പോകുന്നു എന്നാണ് ഭഗവാന്റെ പ്രഖ്യാപനം. ദൈവമഹസ്സാകുന്ന ആഴിയുടെ പ്രാരംഭമാണ് ഇത്. പുറമേ കണ്ട മഹസിൻ്റെ ഈ പ്രാരംഭത്തെ പിന്തുടർന്ന് ഇനിയും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി ഇരിക്കുന്നു. തുടരും.